ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നോക്കി നിൽക്കുന്നേ? കൊടുക്ക്. മാഡം, ജ്യൂസ്. നീ ജോലി ചെയ്യുന്ന വീട്ടിലെ നമ്മുടെ കൃഷ്ണയെ പോലെ അതേപോലുള്ളൊരു കുട്ടിയുണ്ടോ? കൃഷ്ണയെ പോലുള്ളൊരു കുട്ടിയോ? ഇല്ല. സിത്താര മാഡത്തിന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് അടുത്ത് പോയിട്ടുണ്ട്, പക്ഷേ മുഖം കണ്ടിട്ടില്ല. എന്താ ഗോപാലേട്ടാ? നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അടുത്തൊന്ന് പോകും, എന്നിട്ടേ ആ കുട്ടി കൃഷ്ണയെ പോലെയാണ് ഇരിക്കുന്നതെന്ന് നോക്ക്. എന്തൊക്കെയാ ഗോപാലേട്ടൻ ഈ പറയുന്നേ? അതിന്റെയൊക്കെ കാര്യം എന്താ? സുനന്ദേ, നീ ഞാൻ പറയുന്ന ഒന്ന് ചെയ്യേ. കാര്യം ഉള്ളത് കൊണ്ടല്ലേ. എനിക്ക് തോന്നുന്നതേ കൃഷ്ണമോളുടെ അതേ രൂപത്തിൽ തന്നെയാണ് സിത്താര മാഡത്തിന്റെ മകളും. വെയിലത്ത് നടന്ന് വട്ടായി പോയതാണോ? എവിടെന്നാ ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചത്? സുനന്ദേ, ഞാൻ ഈ മതിലിന്റെ പുറത്തുണ്ട്. ആ കുട്ടി ഇവിടെ വരും വരെ ഞാൻ ആ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ ചെന്ന് അവര് തമ്മിൽ സാമ്യം ഉണ്ടോ നോക്ക്. ശരി, ഞാൻ നോക്കാം. ഇനിയിപ്പൊ അതറിയാണ്ട് കിടന്ന ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു ദിവസങ്ങളായിട്ട് നിന്റെ ഡ്രസ്സിംഗ് സെൻസ് വരെ മാറിപ്പോയിട്ടുണ്ട്. എന്തുപറ്റി? കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ആകെ ചുളുങ്ങി മോശമായി. മുൻപായിരുന്നെങ്കിൽ നീ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നല്ലോ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയതല്ലേ മമ്മി. അവളുമാര് വന്നാ പിന്നെ അറിയാലോ മമ്മിക്ക് എന്തൊക്കെയായിരിക്കും ബഹളന്ന്. എന്താ നോക്കി നിൽക്കുന്നേ? കൊടുക്ക്. മാഡം, ജ്യൂസ്. കൃഷ്ണ, എന്തിങ്ങനെ അമ്പരന്ന് നിക്കുന്നേ? ജ്യൂസ് താ. എന്താ പേര്? സുനന്ദ. എങ്ങനെയുണ്ട് മോളെ സുനന്ദ? ഇഷ്ടായോ? കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമുണ്ടെങ്കില് ടെർമിനേറ്റ് ചെയ്യാൻ മമ്മിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹലോ, എന്തുപറ്റി? ഒന്നുമില്ല മാഡം. മമ്മി ഒന്ന് വന്നേ. സിത്താര മാമിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ മാം അത് സഹിക്കും. പക്ഷേ മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. മോൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ട പിന്നെ മാഡം നിന്നെ ഒരിക്കലും പറഞ്ഞുവിടില്ല. എന്റെ ഗോപാലേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒന്നും കരുതിയില്ല. ഞാനിപ്പ ചെന്ന് കണ്ടു.
നമ്മളെ കൃഷ്ണമോള് തന്നെ. ഒരു മാറ്റൂല. സിത്താര മാഡത്തിന്റെ മോളാ. ആളുകൾ തമ്മിൽ ചെറിയ സാമ്യമൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാവൂ? ഇതിലെന്തോ രഹസ്യമുണ്ട്. നമുക്കിപ്പോ തന്നെ കൃഷ്ണയെ വിളിച്ചോന്ന് ചോദിച്ചാലോ? ഇങ്ങനൊരു കൂടപ്പുറപ്പെണ്ടെങ്കിലേ അവൾക്കറിയാതിരിക്കോ? ഏയ്, കൃഷ്ണമോൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞതില്ലേ? അതിനിടയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് കൃഷ്ണയ്ക്ക് അറിയില്ല. പിന്നെ സത്യം അറിയാൻ എന്തോ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. നാട്ടിലേക്ക് പോണം, കൃഷ്ണയുടെ അമ്മയെ കാണണം. അതിന് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാല്? നാട്ടിലേക്ക് പോണമെങ്കിൽ ദുബായ്ക്കാരനാവണം. എന്തായാലും പോണം സുരഭി. ഒന്നാമത് നമ്മളെ ഇത്രയും സഹായിച്ച കൃഷ്ണയുടെ അമ്മയുടെ കാര്യം, രണ്ടാമത് ഈ രഹസ്യം. രണ്ടും തീർത്തിട്ടേ നാട്ടിൽ നിന്ന് തിരിച്ചു വരാവൂ. എപ്പോഴും പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാറുള്ളല്ലേ? അതിനിപ്പോ എന്താ വഴി? അതിനെന്തെങ്കിലും മാർഗം കാണാം. നീ ആദ്യം മാഡത്തിനോട് പോയിട്ട് 2-3 ദിവസം ലീവ് കിട്ടുമെന്ന് നോക്ക്. അത് നടക്കുന്ന കാര്യമൊന്നും തോന്നില്ല. ആ. ചോദിച്ചു നോക്കാന്നേ ഉള്ളൂ. ആർക്കെങ്കിലും അസുഖമാണെന്ന് പറ, പോയി വന്നേ പറ്റുമെന്ന് പറ. ഞാൻ ചോദിക്കാം. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞെട്ടിയൊരു കാര്യമില്ല. ഒരുപോലുള്ള 2 പെൺകുട്ടികൾ, ഒരാൾ കൊട്ടാരത്തിലും മറ്റേയാൾ കുടിലും. അമ്മ വല്ലാണ്ട് പേടിച്ചോ? ആർക്ക് പേടി? എന്തിനാ ഞാൻ പേടിക്കുന്നേ? ഈ പൊട്ടിത്തകർന്ന ജീവനും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പേടിയല്ല, മടുപ്പാ. അമ്മേ, അതേടി മോളെ, അമ്മയുടെ ശ്വാസം ഇനി അധിക കാലത്തേക്കില്ല. അതമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന? അമ്മയുടെ അസുഖം മാറും. അമ്മ ഇനി കുറെ കാലം ജീവിക്കുകയും ചെയ്യും. ഞാനല്ലേ പറയുന്ന? ശരി, മാറട്ടെ. അമ്മ കിടന്നു. ഇന്ന് നീ എന്റെ അടുത്ത് കിടക്ക. നീ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ എന്റെ അസുഖമൊക്കെ അതോടെ മാറിക്കോളും. എങ്കിൽ ശരി, അതാണ് അമ്മയുടെ മരുന്നെങ്കില് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെയുണ്ട്. വാ. ഒരു രോഗവും അമ്മയുടെ അടുത്തേക്ക് വരില്ല. അഥവാ വന്നാല് ഞാൻ തടഞ്ഞു നിർത്തിക്കോളാം കേട്ടോ. നീ അല്ലേടി അമ്മയുടെ ധൈര്യം. നീ അടുത്തുള്ളപ്പോ അമ്മയ്ക്ക് കാലിനെ പോലും പേടിയില്ല.